അമേരിക്കയിലെ വിസ അടിക്കാൻ പോവാ. അതിന് പ്രാർത്ഥിച്ചുകൊണ്ടാ വന്നേ. സത്യം സത്യം സത്യം. വിസ അടിക്കാൻ പോവാ. പാസ്പോർട്ട് വിസ അടിക്കുന്ന കാണുവാ. നിന്റെ അപ്പൻ അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പനും അമ്മയും ഈ മോളും കൂടെ ഒരു രാജ്യം വരെ പോകും. ഇവനെ ദൈവം ആ ദേശത്തും മാനിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് രാവിലെ ആ ദൈവത്തിന്റെ വഴി നിനക്ക് വേണ്ടി തുറന്നു വരാൻ പോവാ. പെട്ടിയൊക്കെ റെഡി ആയിക്കോ. മദ്രാസിൽ പോകാനുള്ള പെട്ടിയൊക്കെ റെഡി ആയിക്കോ. നീ പോകാൻ തുടങ്ങുക. നീ എംബസി പോയി ക്യൂ നിൽക്കുന്ന ഞാൻ കാണുക. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞത്, നീ തുള്ളിച്ചാടി സന്തോഷത്തോടെ അമേരിക്കയുടെ വിസയുമായിട്ട് വരാമോവാ. മോനെ, എന്നെ ദൈവം അമേരിക്കയെ കൊണ്ടുപോകുന്നേ ദൈവരാജ്യത്തിന് വേണ്ടിയാ. നിന്നോണം. നിൽക്കുമല്ലോ അല്ലയോ? അവിടെ നിനക്ക് വീട് കിട്ടും, വണ്ടി കിട്ടും, നിന്റെ അപ്പനും അമ്മയും അവിടെ വരും, നിന്നെ കാണും, നീ സുവിശേഷകനാവും. കർത്താവിനോട് നിൽക്കുമല്ലോ ഇല്ലയോ? നിൽക്കുന്നില്ലയോ? നിൽക്കും. നീ എന്തുവാ ചെയ്യുന്ന മോളെ? ജോലിയൊന്നുമില്ല. എത്ര വയസ്സായി? 31. കല്യാണം കഴിച്ചോ? എന്തിയെ? നീ അങ്ങോട്ട് പോന്നോ? എന്നിട്ട് ശരിയാവുന്നില്ല? ഇല്ല. ചേട്ടന് ശരിയാവുമോ? അറിയത്തില്ല. ശരിയാവും പോവാ. ദൈവം നിന്റെ ജീവിതം മാറ്റാൻ പോവാ. കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആ തരം തുറന്ന് യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് നിനക്ക് വേണ്ടി സ്വീഡനിലേക്ക് കർത്താവ് ഇന്ന് രാവിലെ വഴി തുറക്ക. അമ്മ എന്നെ നോക്ക. അമ്മയുടെ പേര് പറ. കുഞ്ഞുഞ്ഞമ്മ ജീവിച്ചിരിക്കുന്ന ദൈവം തന്ന ആയുസ. എന്തിനാ ആയുസ് എന്നറിയോ? ഈ പിള്ളേരുടെ നന്മ കാണാനാ. നിനക്ക് പിള്ളേരുണ്ടോ മക്കളെ? ഇല്ല. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 2 വർഷമായി. നീ സ്വീഡനിൽ പോകും. ഒന്നിച്ച് ജീവിക്കും. കൈയടിച്ച് സ്വതന്ത്രം പറ. ഇന്ന് രാവിലെ നിന്റെ സ്ഥിതി മാറാൻ പോവാ.